നമസ്കാരം, അമൃതാണ്. നമ്മൾ ഈ വിദേശികളെയൊക്കെ നമ്മൾ വഴിയിലൊക്കെ കാണുമ്പോൾ അവർ നമ്മളെ നോക്കിയിട്ട് ഇങ്ങനെ ചിരിക്കാറുണ്ട്. പക്ഷെ നിങ്ങൾ ഈ കേട്ടോണ്ടിരിക്കുന്ന നിങ്ങളുടെ തന്നെ ജീവിതത്തിൽ അനുഭവം ഉണ്ടാവും. ഒരു ഫോറിനറെ നിങ്ങൾ കാണുമ്പോൾ തന്നെ അവർ നമ്മളെ വെറുതെ എങ്കിലും ഒരു സ്മൈൽ തന്നിട്ട് പോകും. പക്ഷെ നമ്മൾ ജീവിച്ചു വന്ന സാഹചര്യത്തിൽ നമ്മൾ സ്ട്രേഞ്ചേഴ്സിനെ കണ്ടു കഴിഞ്ഞാൽ നമ്മളങ്ങനെ ഒരു സ്മൈൽ കൊടുക്കുന്ന ഒരു സ്വഭാവം നമുക്കില്ല. അപ്പോൾ ഇന്ന് ഞങ്ങളോടൊപ്പം ഒരു ഗസ്റ്റ് ഉണ്ട്. എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു ചേട്ടനും ചേച്ചിയാണ്. ഇപ്പോൾ ഇവർ രണ്ടുപേരും ആർട്ട് ഓഫ് ലിവിങ്ങിൻ്റെ ഇൻ്റർനാഷണൽ ഗ്ലോബൽ റെപ്യൂട്ടേഷനുള്ള ടീച്ചേഴ്സാണ്. അപ്പോൾ ഇവരുടെ മുഖത്ത് എപ്പോഴും ഒരു ചിരിയാണ് ഞാൻ എൻ്റെ കുട്ടിക്കാലം മുതൽ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്. എപ്പോൾ കണ്ടാലും രണ്ടുപേരും നല്ല ചിരിച്ച മുഖമാണ്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ കണക്ക് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ വിദേശത്തുള്ള ആളുകളെ നമ്മൾ വഴിയിലൊക്കെ വെച്ച് കാണുമ്പോൾ ഒരു സ്ട്രേഞ്ചേഴ്സ് എന്നുള്ളൊരു പ്രശ്നമേ അവർക്കല്ല. അവരാരെ കണ്ടാലും ചിരിക്കും. അപ്പോൾ നമ്മൾ ഈ ചിരിക്കുന്നതിലുള്ള ഒരു പോസിറ്റീവ് വൈബ്, ഒരാളിനെ കണ്ടു കഴിഞ്ഞാൽ നമ്മളൊന്ന് ചിരിക്കുക, അതിലുണ്ടാവുന്ന ഒരു എനർജി ഒരു പ്രത്യേക എനർജിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഫാമിലിയിൽ ആരൊക്കെ എത്രയൊക്കെ മെമ്പേഴ്സ് ഉണ്ടെങ്കിലും ഇവരെ നമ്മളിങ്ങനെ നോട്ടീസ് ചെയ്ത് വെച്ച് രണ്ട് പേഴ്സണാലിറ്റീസാണ്. സോ അപ്പോൾ അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ഒരു നമ്മൾ ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഒത്തിരി വാസ്റ്റാണ്. പക്ഷെ എങ്കിലും അവരുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂ, ഇത് ഒരുപക്ഷെ ആർട്ട് ഓഫ് ലിവിങ്ങിൻ്റെ ഭാഗമായതിൻ്റെ അതിൽ നിന്ന് ഉണ്ടായ ഒരു ട്രാൻസ്ഫോർമേഷൻ ആണോ, അല്ലെങ്കിൽ അതിനെന്താണ് അവരുടെ ഒരു വ്യൂ എന്നുള്ളത് നമുക്കൊന്ന് ചോദിച്ചറിയാം. ഓക്കെ, ഇപ്പോൾ അമൃത് ചോദിച്ച ഈ ചോദ്യത്തിന് എനിക്കുള്ള ഉത്തരം എന്ന് വെച്ചാൽ, നമ്മൾ എപ്പോഴും കണ്ടന്റ് ആയിരുന്നാൽ ജീവിതത്തിൽ സംതൃപ്തി എന്ന് പറയും, അതുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും ഒരു സ്മൈൽ നമ്മുടെ മുഖത്ത് കാണും. അപ്പോൾ അതിന് നമ്മുടെ ശ്രീ രവിശങ്കർജി പറയുന്ന ഒരു മെസ്സേജ് ഉണ്ട്. എനി സിറ്റുവേഷൻ ഇഫ് യു ഹാവ് ആൻ അൺഡൈയിങ് സ്മൈൽ ഓൺ യുവർ ഫേസ്, then you are a successful person. അപ്പോൾ ഇത് എങ്ങനെ എന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്ന പ്രാക്ടീസസ്, ഇപ്പോൾ യോഗ, മെഡിറ്റേഷൻ, പ്രാണായാമം ഒക്കെ നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് അത് നമ്മുടെ ഉള്ളിൽ തന്നെ അകത്തുണ്ട്. നമുക്ക് ഈ സന്തോഷവും ഹാപ്പിനെസ്സും ഫ്രീഡവും എല്ലാം ഇൻസൈഡ് ഉണ്ട്. അപ്പോൾ അതിങ്ങനെ ബ്ലോസം ചെയ്ത് നമ്മുടെ ശരീരത്തിലേക്ക് വരുമ്പോഴത്തേക്ക് നാച്ചുറലി യു വിൽ ഹാവ് എ സ്മൈൽ. അതായത് നമ്മളെ ഈ യൂണിവേഴ്സിൽ 2 ടൈപ്പ് ഓഫ് ആളുകളുണ്ട്. അത് നമ്മൾ ശ്രദ്ധിക്കണം എപ്പോഴും. അതായത് ഒരു ടൈപ്പ് ആളുകളെന്ന് വെച്ചാൽ എന്ത് സംഭവിച്ചാലും അവരൊരു ക്വസ്റ്റ്യനിങ് ആണ്. ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ മുഖം മാറുകയാണ്. അപ്പോൾ അതേസമയം നമ്മളെല്ലാം ഒരു അത്ഭുതത്തോടു കൂടി നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ പ്രകൃതിയെ തന്നെ നമ്മൾ നോക്കിയാൽ അത്ഭുതത്തോടു കൂടി നോക്കുമ്പോഴത്തേക്ക് നമുക്ക് ഒരു ചിരി നമ്മുടെ മനസ്സിൽ കാണും. അപ്പോൾ നമ്മൾ മനുഷ്യരുമായിട്ട് ഡീൽ ചെയ്യുമ്പോൾ മനുഷ്യരെയും അതേ രീതിയിൽ ഒരു ഡിവൈൻ ആയിട്ടുള്ളൊരു സോൾ അവർ ചെയ്യുന്ന ബിഹേവിയേഴ്സ് കാണും. നിങ്ങൾ കാണുമ്പോഴത്തേക്ക് ഉള്ളിൽ നിന്ന് നമുക്ക്, നിങ്ങൾ സ്പിരിച്വലി എൻലൈറ്റഡ് ആണെങ്കിൽ, കുറച്ച് നോളജൊക്കെ നമുക്കുണ്ടെങ്കിൽ നമ്മളിൽ എപ്പോഴും ഒരു സ്മൈൽ നമ്മുടെ മുഖത്ത് കാണും. അത് ഇറസ്പെക്റ്റീവ് ഓഫ് എനി സിറ്റുവേഷൻ യു വിൽ ഹാവ് ദാറ്റ് സ്മൈൽ ഇൻ യുവർ ഫേസ്. ഇത് നമ്മളെ പ്രാക്ടീസസ് ആണ് ആ സ്മൈലിൻ്റെ യഥാർത്ഥ റീസൺ. ഇനി ദീജ ഇതിനെപ്പറ്റി കൂടുതൽ പറയും. ചേച്ചിക്ക് എന്തെങ്കിലും ആഡ് ചെയ്യാനെന്ന് വെച്ചാൽ അലഞ്ചി ഓൾമോസ്റ്റ് എല്ലാം കവർ ചെയ്തു. എന്നാലും എന്നെ സംബന്ധിച്ചുള്ള ഒരു കാര്യം ഞാൻ പറയാം. നമുക്കിപ്പോൾ നമ്മുടെ വീട്ടിലുള്ളവർ, അല്ലെങ്കിൽ നമുക്ക് ഒത്തിരി കംഫർട്ടബിൾ ആയിട്ടുള്ളവരുടെ കൂടെ ഇരിക്കുമ്പോൾ നമ്മുടെ മുഖം എങ്ങനെ ഇരിക്കും? നല്ല സന്തോഷമായിട്ടിരിക്കും അല്ലേ? സന്തോഷം വരുമ്പോൾ ചിരിയും വരും, ഓട്ടോമാറ്റിക്കലി വരും. അപ്പോൾ ഈ സന്തോഷമാണ് അതിൻ്റെ അടിസ്ഥാനം. അപ്പം നമുക്ക് നമ്മുടെ വീട്ടിലുള്ളവരെ പോലെ തന്നെ ബാക്കിയുള്ളവരുടെ അടുത്തും ആ ഒരു കണക്ഷൻ, ആ ഒരു ബിലോങ്ങിങ്നെസ് അത് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുഖത്ത് ആ ചിരി ഉണ്ടായിരിക്കും. പിന്നെ ചിരിക്കുമ്പോഴുള്ള ഒത്തിരി ഗുണമുണ്ട്. ഇപ്പോൾ ഇൻ കേസ് നിങ്ങൾക്ക് ചിരി വരുന്നില്ല, മുഖത്തങ്ങനെ ചിരി വരുന്നില്ല, ഒരു ഗൗരവ മുഖം, മേ ബി നമ്മൾ വളർന്ന സാഹചര്യം, അപ്ബ്രിങ്ങിങ് ആയിരിക്കാം, ചിരിക്കാൻ പറ്റില്ല, ഉള്ളിൽ ഹാപ്പിനെസ് ഉണ്ടായിരിക്കാം, പക്ഷെ അത് പുറത്ത് കാണില്ല. അങ്ങനെയാണെങ്കിൽ കൂടി ശ്രീ രവിശങ്കർജി പറയുന്ന ഒരു കാര്യമുണ്ട്, ഫേക്ക് ഇറ്റ് അണ്ടിൽ യു മേക്ക് ഇറ്റ്. നമുക്കതൊരു എഫേർട്ട് ഇട്ട് ഒരു ആർട്ടിഫിഷ്യൽ ഫേക്ക് സ്മൈൽ നമ്മൾ കണ്ണാടി നോക്കി രാവിലെ എഴുന്നേറ്റ ഉടൻ ഒരു സ്മൈൽ നമുക്ക് വെക്കാം. അങ്ങനെ വെച്ച് അതൊരു പ്രാക്ടീസ് ആയിട്ട് അങ്ങ് മാറും. അങ്ങനെയും സ്മൈൽ ഉണ്ടാക്കാം. പിന്നെ വേറെ ഗുണങ്ങളെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ചിരിക്കുമ്പോൾ നമ്മുടെ മസിൽസ് റിലാക്സ്ഡ് ആവും. അപ്പോൾ തന്നെ നമുക്ക് നമ്മുടെ ഹെൽത്ത് വൈസ് നമ്മൾ നല്ല ഫിറ്റ് ആവും. അതൊന്ന്. പിന്നെ ഒന്ന്, നമ്മൾ ചിരിച്ചൊരു മുഖം കണ്ടാൽ ഇഷ്ടപ്പെടാത്ത ആരെങ്കിലും ഉണ്ടോ? ഇല്ല. ആ മുഖം നമ്മൾ എപ്പോഴും മനസ്സിൽ തേടുമല്ലേ, എവിടെയെങ്കിലും ആ മുഖം ഒന്ന് കണ്ടിരുന്നെങ്കിലെന്ന്. അപ്പോൾ അങ്ങനത്തെ ഒരു വ്യക്തിയാവാൻ നമുക്ക് എല്ലാ ആഗ്രഹമില്ലേ? നമ്മൾ ആരൊക്കെയോ തേടുന്നു, ആരൊക്കെ നമ്മളെ കാണാൻ ആഗ്രഹിക്കുന്നു എന്നൊക്കെ ആലോചിക്കുമ്പോൾ ഒരു സന്തോഷമുള്ള കാര്യമല്ലേ? അപ്പോൾ അതുകൊണ്ട് ഒരു ഫാക്ടർ. പിന്നെ നമ്മളിപ്പോൾ നടന്ന് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരാൾ നമ്മളെ നോക്കി ചിരിച്ചു, ഒരു പരിചയവും ഇല്ല. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ടെൻഷനിലായിരിക്കും പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ കുറച്ച് ദൂരം എത്തുമ്പോൾ നമ്മൾ ആലോചിക്കും, അയാൾ എന്തെന്നെ എന്നെ നോക്കി ചിരിച്ചു. അപ്പോൾ നമ്മുടെ ടോപ്പിക്ക് മാറി, നമ്മൾ പിന്നെ അതിലോട്ടായി ശ്രദ്ധ. അപ്പോൾ അങ്ങനെ ആൾക്കാരുടെ ശ്രദ്ധ മാറ്റാൻ പറ്റും. അങ്ങനെ ഒരുപാട്. പിന്നെ ചിരിക്കുന്ന ഫേസ് എപ്പോഴും അട്രാക്റ്റീവ് ആണ്. നമുക്ക് വേറെ എന്ത് ആർട്ടിഫിഷ്യൽ മേക്കപ്പ് ഒക്കെ ഇടുന്നേക്കാളും നമ്മൾ ചിരിച്ചൊരു മുഖത്തിന് കിട്ടുന്ന ഒരു ഭംഗി വേറെ എവിടെയും കാണില്ല. പിന്നെ നാച്ചുറൽ ബ്യൂട്ടി. എക്സാക്ട്ലി. ഇപ്പൊ തന്നെ ഡോക്ടർ അമൃതും ഡോക്ടർ ദിവ്യയും സോറി, അവരും നമ്മളെ കപ്പിളാണ്. അവരെ കാണുമ്പോഴും നമുക്ക് ആ പോസിറ്റീവ് വൈബ്സ് ഫീൽ ചെയ്യുന്ന എന്തുകൊണ്ടാണ്? അവരും സ്പിരിച്വലി നോളജ് അക്വയർ ചെയ്തതാണ്. അപ്പോൾ അങ്ങനെയുള്ളവരെ കാണുമ്പോഴത്തേക്ക് തന്നെ നമുക്ക് യു ക്യാൻ ജസ്റ്റ് ഐഡൻറ്റിഫൈ ദം വിത്ത്, ആസ് ഹി സെഡ്, always a smile, and your vibration speaks rather than your words. That is what Sri Ravishankarji says. Your presence
അപ്പോൾ നമ്മൾ ഈ പ്രാക്ടീസസൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ പ്രസൻസ് തന്നെ മാറുകയാണ്. നമ്മുടെ പെർസെപ്ഷൻ മാറും, നമ്മുടെ ഒബ്സർവേഷൻസ് മാറും, നമ്മുടെ ലൈഫിനോടുള്ള റിയാക്ഷൻസ് ആൻഡ് റിഫ്ലക്ഷൻസ് എന്ന് പറയും, അതെല്ലാം മാറും. നമ്മൾ കുറച്ച് നല്ല മെഡിറ്റേറ്റീവ് സ്റ്റേറ്റ് ഓഫ് മൈൻഡിൽ വന്നാൽ തന്നെ ജീവിതം വളരെ സന്തോഷവും അത്ഭുതകരവുമായി മാറും. അത്ഭുതകരമായി മാറുന്നതാണ് ഏറ്റവും അൾട്ടിമേറ്റ്. അതിനെ നമുക്ക് പ്രാക്ടീസ് ചെയ്യണം. യോഗ, മെഡിറ്റേഷൻ, പ്രാണായാമം, ഇതാണ് അതിൻ്റെ സീക്രട്ട്. അത് നമ്മളെ പുരാണങ്ങളിലെല്ലാം പറഞ്ഞിട്ടുള്ളതാണ്. ഇപ്പോൾ അമൃത് ഇപ്പോൾ ചോദിച്ചത് വളരെ വാല്യൂഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ഇപ്പോൾ നമ്മൾ ഈ സമയങ്ങളിലൊക്കെ നമ്മൾ ഈ ക്രൗഡിലൊക്കെ ചെല്ലുമ്പോഴത്തേക്ക് എല്ലാവരും മൊബൈലിലാണ്, ആർക്കും ആരുടെയും മുഖത്ത് നോക്കാൻ സാധിക്കില്ല. അവരെല്ലാം മുഖം നോക്കിക്കഴിഞ്ഞാൽ അറിയാം ടെൻസ്ഡാണ്. കാര്യം അവർ ഈ പ്രകൃതിയിലോട്ട് നോക്കുന്നില്ല. പ്രകൃതിയിലോട്ട് നോക്കുമ്പോഴത്തേക്ക് നമ്മൾ ഈ ഡിവൈൻ എങ്ങനെയാണ് ഈ പ്രകൃതി ഉണ്ടാക്കിയെന്ന് ആലോചിക്കുമ്പോൾ തന്നെ നമുക്ക് ഇൻസൈഡ് യു ഗെറ്റ് ദാറ്റ് ഫീലിംഗ് ഓഫ് വണ്ടർ, ബാക്ക് ടു റൂട്ട്സ്. അപ്പോൾ തന്നെ ഈ സ്മൈൽ ആൻഡ് സന്തോഷം, ഇറ്റ് ഈസ് ഓൾറെഡി ഇൻസൈഡ്. പിന്നെ പ്രാക്ടീസസ് ഒത്തിരി ഹെൽപ്പ് ചെയ്യും. നമ്മൾ പ്രാണായാമ ചെയ്യുമ്പോഴും മെഡിറ്റേഷനൊക്കെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മുടെ ഇന്നർ ജേണിയാണ്. അപ്പോൾ നമ്മൾ ആ ഹാപ്പിനെസ് ഉള്ളിലിരിക്കുകയാണ്. അപ്പോൾ ആ ഹാപ്പിനെസ് നമുക്ക് ടാപ്പ് ചെയ്തെടുക്കാൻ പറ്റുമ്പോൾ തന്നെ നമുക്ക് ഓട്ടോമാറ്റിക്കലി മുഖത്തൊരു സ്മൈൽ വരും. അപ്പോൾ ഇതൊക്കെ പ്രാക്ടീസ് ചെയ്യുമ്പോഴും, യോഗ ഇതൊക്കെ പ്രാക്ടീസ് ചെയ്യുമ്പോഴും നമുക്ക് ആ സ്മൈൽ, അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ആർട്ട് ഓഫ് ലിവിങ് തന്നെയാണ്. അതിൽ വരുമ്പോൾ നമുക്കതിൻ്റെ റിയൽ ബെനിഫിറ്റ്സ് മുമ്പൊക്കെ ചിരിച്ചുകൊണ്ടിരിക്കും, പക്ഷേ റിയൽ ബെനിഫിറ്റ്സ് മനസ്സിലായത് ശ്രീ ശിവശങ്കർജിയുടെ ആർട്ട് ഓഫ് ലിവിങ് പ്രോഗ്രാംസ് എന്ന് തന്നെയാണ്. ഇപ്പോൾ തന്നെ ഈ തുരുത്തിൻ്റെ ഇപ്പോൾ ഡോക്ടറെ കാണിച്ചു തരും നിങ്ങൾക്ക്. ഈ ബ്യൂട്ടി കാണുമ്പോൾ തന്നെ യു വിൽ ആൾസോ ഹാവ് ദാറ്റ് സെയിം ഫീലിംഗ്, വണ്ടർ. അപ്പോൾ ഒത്തിരി നാളായിട്ട് റിക്വസ്റ്റ് ചെയ്യാണ് ഇവിടെ ഒന്ന് വരണം. കാരണം ഇവിടുത്തെ ഒരു വൈബ് ഇവർക്ക് എന്തായാലും ഇവർ ശരിക്കും ആസ്വദിക്കുമെന്ന് എനിക്ക് നല്ല ഉറപ്പായിരുന്നു. അപ്പോൾ അങ്ങനെ ഇന്നാണ് അതിനുള്ള അവസരം കിട്ടിയത്. നാളെ ശിവരാത്രിയാണ്. അപ്പോൾ അതിൻ്റെ ഒരുക്കങ്ങളൊക്കെയാണ് നമ്മൾ ഈ ക്ഷേത്രത്തിൻ്റെ ചുറ്റുപാടിലൊക്കെ കണ്ടത്. അപ്പോൾ എന്തായാലും ഒത്തിരി സന്തോഷം. തുടർന്നും ഇതുപോലുള്ള അവസരങ്ങളിൽ ഒത്തിരി ചോദ്യങ്ങളുണ്ട്. നമുക്ക് കാണാം. താങ്ക് യു.